കഥയിലെ മുഴുവൻ കാര്യങ്ങളും സാങ്കല്പികമാണ്. കഥ പൂർണ്ണമായും വിനോദത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. ചാനൽ ഒരു വിധത്തിലുള്ള അന്ധവിശ്വാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എൻ്റെ മുന്നിലിരിക്കുന്നത് എൻ്റെ സുഹൃത്തല്ല, എനിക്കത് ഉറപ്പാണ്. അവൻ്റെ രൂപമാണ്, അവൻ്റെ മുഖമാണ്, അവൻ ധരിച്ചിരിക്കുന്ന അതേ വസ്ത്രമാണ്. പക്ഷെ അവൻ്റെ കണ്ണുകൾക്ക് ഇപ്പോൾ ജീവനില്ല. ആ നോട്ടം എന്നിലേക്കല്ല. അവൻ്റെ ശരീരം വല്ലാതെ വളഞ്ഞിരിക്കുന്നു. കൈവിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അവൻ തല ഉയർത്തി. എൻ്റെ വലതുവശത്തെ ശൂന്യതയിലേക്ക് അവൻ നോക്കി. അവൻ്റെ ചുണ്ടുകളിൽ ഒരു ചിരി വിടർന്നു. ഒരു വല്ലാത്ത ചിരി. 10 വർഷം മുമ്പ് മരിച്ചുപോയ ആ കിഴവിയുടെ അതേ ചിരി. അവൻ എന്നെ നോക്കി. അവൻ്റെയല്ല, അവളുടെ ശബ്ദത്തിൽ അവൻ പറഞ്ഞു, "കണ്ടുപിടിച്ചു അല്ലേ?" എൻ്റെ രക്തം തണുത്തുറഞ്ഞു. ഞാൻ ശ്വാസമെടുക്കാൻ മറന്നുപോയി. ഈ രാത്രി ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം തുടങ്ങിയത് ഇന്നലെ വൈകുന്നേരമാണ്. ആ പഴയ പാടവരമ്പിൽ വെച്ച്. കൊച്ചിയിലെ IT കമ്പനിയിലെ ജോലി എൻ്റെ ഉറക്കം കെടുത്തിയിരുന്നു. ലാപ്ടോപ്പ് സ്ക്രീനിലെ കോഡുകൾ, മീറ്റിങ്ങുകൾ, ട്രാഫിക് ബ്ലോക്കുകൾ. എനിക്ക് അവിടെ നിന്നും മാറണമായിരുന്നു, കുറച്ച് ദിവസത്തേക്കെങ്കിലും. അങ്ങനെയാണ് ഞാൻ ആലപ്പുഴയിലേക്ക് വണ്ടി കയറിയത്. എൻ്റെ അമ്മയുടെ നാട്. അവിടെ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അതിലേറ്റവും അടുത്ത കൂട്ടുകാരനാണ് സുജിത്ത്. വൈകുന്നേരം 5 മണി കഴിഞ്ഞിരുന്നു. വെയിൽ ചാഞ്ഞു തുടങ്ങി. ഞാനും സുജിത്തും കൂടി നടക്കാൻ ഇറങ്ങി, ഞങ്ങളുടെ പഴയ പാടത്തേക്ക്. കുട്ടിക്കാലത്ത് ഞാൻ അവധിക്കാലം ആഘോഷിക്കാൻ വന്നിരുന്നത് ഈ പാടത്താണ്. ഞങ്ങളിവിടെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. വരണ്ടുണങ്ങിയൊരു പാടം. അതിൻ്റെ ഒരറ്റത്ത് വലിയൊരു പറമ്പുണ്ട്. ഞങ്ങൾ നടന്ന് ആ പാടവരമ്പിലെത്തി. കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ ആ പറമ്പിലേക്ക് പോയി. അതിന് നടുവിലെ ആ പഴയ വീട്ടിലേക്ക്. ചക്കി വല്യമ്മയുടെ വീട്. എൻ്റെ കാലടികൾ നിശ്ചലമായി. സുജിത്ത് മുന്നോട്ട് നടക്കുകയായിരുന്നു. അവൻ തിരിഞ്ഞു നോക്കി. "എന്താടാ?" അവൻ ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ നോട്ടം ആ വീടിന് നേരെയായിരുന്നു. വള്ളിപ്പടർപ്പുകൾ മൂടിയ വീട്. അതിൻ്റെ മുൻവശത്തെ തൂണുകൾ ഇടിഞ്ഞു തുടങ്ങിയിരുന്നു. മേൽക്കൂരയിലെ ഓടുകൾ പലതും താഴെ വീണ് കിടക്കുന്നു. ഒരു പ്രേതാലയം പോലെ അതവിടെ നിന്നു. 10 വർഷമായി അവിടെ ആരും താമസമില്ല. ചക്കി വല്യമ്മ മരിച്ചതിന് ശേഷം ആരും ആ പറമ്പിലേക്ക് കയറിയിട്ടില്ല. എൻ്റെ മനസ്സിലേക്ക് അവരുടെ രൂപം ഓടിയെത്തി. മെലിഞ്ഞുണങ്ങിയ ഒരു ശരീരം. എപ്പോഴും അഴുക്ക് പിടിച്ച ഒരു വെള്ളമുണ്ടും ബ്ലൗസുമാണ് വേഷം. മുടി പാറിപ്പറന്ന് കിടക്കും. അവർ ആരോടും സംസാരിക്കില്ല, ആരുടെയും മുഖത്തും നോക്കില്ല. നാട്ടുകാരുമായി അവർക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ അവരുടെ പറമ്പിൽ പോയാൽ ഞങ്ങൾ എടുക്കാൻ പോകില്ല. അത്രയ്ക്ക് ഭയമായിരുന്നു അവരെ. അവരെപ്പോഴും ആ വീടിൻ്റെ വരാന്തയിൽ ഇരിപ്പുണ്ടാകും, കൈകൾ രണ്ടും കോർത്ത് പിടിച്ച്. മുറ്റത്തെ ശൂന്യതയിലേക്കും നോക്കി. അവരെക്കുറിച്ച് നാട്ടുകാർ പലതും പറയുമായിരുന്നു. അവർക്ക് വട്ടാണെന്ന് ചിലർ പറയും. അതല്ല, അവർക്കെന്തോ ചില സിദ്ധിയുണ്ടെന്ന് മറ്റു ചിലർ. അതിനൊരു കാരണമുണ്ടായിരുന്നു. അവരുടെ സംസാരം. അവർ എപ്പോഴും തനിച്ച് സംസാരിക്കുമായിരുന്നു. പക്ഷേ അതൊരു സാധാരണ പിച്ചും പേയും പറയലായിരുന്നില്ല. ഞാനത് പലവട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ഒരാളോട് സംസാരിക്കുന്നത് പോലെയാണ് പെരുമാറിയിരുന്നത്. ആദ്യം അവർ എന്തെങ്കിലും ചോദിക്കും, പിന്നെ കുറച്ചു നേരം മിണ്ടാതിരിക്കും. മുന്നിൽ നിൽക്കുന്ന ആരോ പറയുന്ന മറുപടി ശ്രദ്ധിച്ചു കേൾക്കുന്നത് പോലെ. ഇടയ്ക്ക് അവർ തലയാട്ടും, ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ ചിരിക്കും. അവരുടെ കൂടെ എപ്പോഴും മറ്റാരോ ഉള്ളതുപോലെ, മറ്റാർക്കും കാണാൻ കഴിയാത്ത ആരോ ഒരാൾ. ആ ഓർമ്മകൾ എൻ്റെ ഉള്ളിൽ ഒരു നേരിയ ഭയമുണ്ടാക്കി. "എടാ പ്രവീണേ, നീ എന്ത് നോക്കി നിൽക്കുക?" സുജിത്തിൻ്റെ ശബ്ദം എന്നെ ഓർമ്മകളിൽ നിന്നും ഉണർത്തി. "ആ വീട്, അവർ മരിച്ചിട്ടിപ്പോൾ 10 വർഷമായില്ലേ?" ഞാൻ ചോദിച്ചു. "ആ അതെ, അതിനുശേഷം ആരും അത് വാങ്ങിയിട്ടില്ല. അതങ്ങനെ കിടക്കുകയല്ലേ?" സുജിത്ത് പറഞ്ഞു. എൻ്റെ ഉള്ളിലൊരു കൗതുകം ജനിച്ചു, ഒരു വല്ലാത്ത ആഗ്രഹം. "നമുക്കവിടം വരെ ഒന്ന് പോയാലോ?" ഞാൻ ചോദിച്ചു. സുജിത്തിൻ്റെ മുഖം മാറി. അവൻ ആ വീടിന് നേരെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഒരു മടി ഞാൻ കണ്ടു. "എന്തിനാടാ?" "അവിടെ മുഴുവൻ കാടാണ്, ഇഴജന്തുക്കളൊക്കെ കാണും." അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. "ഏയ്, അതൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആ മുറ്റം വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ ആ വീട് അടുത്തൊന്ന് കണ്ടിട്ട് വർഷങ്ങളായി." ഞാൻ നിർബന്ധിച്ചു. എൻ്റെ നിർബന്ധത്തിന് അവൻ വഴങ്ങി. അവൻ എൻ്റെ ഒപ്പം വന്നു. ഞങ്ങൾ പാടവരമ്പിലൂടെ ആ പറമ്പിലേക്ക് നടന്നു. പറമ്പിൻ്റെ അതിരലായി ഒരു പഴയ ഇരുമ്പ് ഗേറ്റ് ഉണ്ടായിരുന്നു. അത് തുരുമ്പെടുത്ത് നശിച്ചിരുന്നു. ഗേറ്റ് പാതി തുറന്നു കിടക്കുകയായിരുന്നു. ഞങ്ങൾ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറി. പാടവരമ്പത്ത് വീശിയടിച്ചിരുന്ന കാറ്റ് പറമ്പിലെത്തിയപ്പോൾ നിശ്ചലമായി. വല്ലാത്തൊരു ശാന്തത, ഒരു മരവിപ്പിക്കുന്ന ശാന്തത. മുറ്റം മുഴുവൻ കരിയിലകൾ നിറഞ്ഞു കിടന്നു. ഞങ്ങൾ വീടിൻ്റെ വരാന്തയ്ക്ക് മുന്നിലെത്തി.
തടിയിലുണ്ടാക്കിയ വലിയ തൂണുകൾ. അതിൽ ചിതലുകൾ അരിച്ചിരിക്കുന്നു. മുൻവശത്തെ വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. ഉള്ളിൽ കൂരിരുട്ടാണ്. ഞാൻ എൻ്റെ ഫോൺ പുറത്തെടുത്ത് ക്യാമറ ഓൺ ചെയ്തു. നീ എന്തായി കാണിക്കുന്നത്? സുജിത്ത് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ഒന്നുമില്ലടാ, ഇതൊന്ന് വീഡിയോ എടുക്കുകയാണ്. കൊച്ചിയിൽ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്നെടുത്ത് കാണാമല്ലോ, ഞാൻ പറഞ്ഞു. ഞാൻ ഫോണും പിടിച്ച് പതുക്കെ വരാന്തയിലേക്ക് കയറി. എൻ്റെ തൊട്ടു പിന്നിലായി സുജിത്തും ഉണ്ടായിരുന്നു. അവൻ്റെ ശ്വാസോച്ഛ്വാസം എൻ്റെ പുറകിൽ കേൾക്കാമായിരുന്നു. അവൻ ഭയന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ക്യാമറയുടെ ഫ്ലാഷ് ഓൺ ചെയ്തു. വെളിച്ചം ആ പഴയ ഹാളിലേക്ക് വീണു. തറയിൽ മുഴുവൻ പൊടിയും മണ്ണുമാണ്. ചിലന്തി വലകൾ മുറിയുടെ കോണുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരു പഴയ മരക്കസേര മുറിയുടെ നടുവിലായി കിടപ്പുണ്ട്. അത് മറിഞ്ഞു വീണ നിലയിലായിരുന്നു. ഞാൻ ഫോണിൻ്റെ സ്ക്രീനിലൂടെ മുറിയുടെ ഓരോ ഭാഗത്തേക്കും നോക്കി. ചുവരുകളിലെ പെയിൻറ് അടർന്നു വീണിരുന്നു. ഞാൻ ക്യാമറ വലതുവശത്തെ ഭിത്തിയിലേക്ക് തിരിച്ചു. അവിടെ ഒരു പഴയ ജനാലയുണ്ട്. അതിൻ്റെ പാളികൾ പൊളിഞ്ഞു കിടക്കുന്നു. പെട്ടെന്നാണ് ഞാനത് കണ്ടത്. ഫോണിൻ്റെ സ്ക്രീനിൽ ജനലയുടെ അടുത്തുകൂടി കറുത്ത ഒരു നിഴൽ അതിവേഗത്തിൽ പാഞ്ഞുപോയി. എൻ്റെ കൈകൾ വിറച്ചു. ഞാൻ പെട്ടെന്ന് ഫോൺ താഴ്ത്തി. എൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഞാൻ ആ ജനാലയ്ക്ക് അടുത്തേക്ക് നോക്കി. അവിടെ ആരുമില്ല. വെളിച്ചമില്ലാത്ത ആ മുറിയുടെ മൂലയിൽ ഇരുട്ട് മാത്രം. എന്താടാ? സുജിത്ത് ചോദിച്ചു. അവൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവിടെ എന്തോ. എനിക്ക് വാക്കുകൾ കിട്ടിയില്ല. ഞാൻ വീണ്ടും ഫോൺ ഉയർത്തി സ്ക്രീനിലൂടെ നോക്കി. ഒന്നുമില്ല. വെറും തോന്നലാണോ അത്? എൻ്റെ കണ്ണുകൾക്ക് പറ്റിയ അബദ്ധമാണോ? അല്ല, എനിക്കത് ഉറപ്പാണ്. അതൊരു മനുഷ്യൻ്റെ നിഴലായിരുന്നു. അത്രയും വേഗത്തിൽ ഒരാൾക്കും ഓടാൻ കഴിയില്ല. എടാ, നമുക്ക് പോകാം പ്രവീണേ, എനിക്കെന്തോ പോലെ തോന്നുന്നു, സുജിത്ത് എൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒറ്റ മിനിറ്റ്, ഞാൻ ആ ജനാലയുടെ അടുത്തേക്ക് ഒന്ന് ചെന്ന് നോക്കട്ടെ, ഞാൻ പറഞ്ഞു. എന്തോ ഒരു വല്ലാത്ത ധൈര്യം എൻ്റെ ഉള്ളിൽ വന്നിരുന്നു. ഞാൻ മുന്നോട്ട് നടന്നു. എൻ്റെ കാലടികൾ തറയിലെ പൊടിയിൽ അമർന്നു. പെട്ടെന്ന് എൻ്റെ തൊട്ടു പിന്നിലൂടെ ഒരാൾ അതിവേഗത്തിൽ ഓടിപ്പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഒരു കാറ്റ് എൻ്റെ ചെവിക്ക് പാളിയടിച്ചു പോയി. ആരോ എൻ്റെ പുറകിലൂടെ കടന്നുപോയി. അതും വളരെ വേഗത്തിൽ. എൻ്റെ ഹൃദയമിടിപ്പ് നിന്നതുപോലെ എനിക്ക് തോന്നി. ശരീരം മരവിച്ചു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. സുജിത്തെ, ഞാൻ വിളിച്ചു. മറുപടിയില്ല. എൻ്റെ തൊട്ടു പിന്നിൽ നിന്നിരുന്ന സുജിത്ത് പെട്ടെന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ആ വലിയ ഹാൾ ശൂന്യമായിരുന്നു. സുജിത്തെ, ഞാൻ കുറച്ചുകൂടി ഉറക്കെ വിളിച്ചു. എൻ്റെ ശബ്ദം ആ പഴയ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. അവിടെ പൂർണ്ണ നിശബ്ദതയായിരുന്നു. അവനെവിടെ പോയി? ഒരു നിമിഷം മുമ്പ് എൻ്റെ തോളിൽ പിടിച്ച് നിന്നിരുന്നതാണവൻ. ഇത്ര വേഗം അവൻ പുറത്തേക്ക് ഓടിയോ? ഞാൻ വേഗത്തിൽ വരാന്തയിലേക്ക് വന്നു. മുറ്റത്തേക്ക് നോക്കി. ഇല്ല, അവിടെ എങ്ങും ആരുമില്ല. ഭയം എന്നെ കീഴടക്കാൻ തുടങ്ങി. എൻ്റെ നെഞ്ചിടിപ്പ് വേഗത്തിലായി. കൈകളിലെ വിറയൽ കൂടി. ഞാൻ വീണ്ടും വീടിനുള്ളിലേക്ക് കയറി. ഫോണിൻ്റെ ഫ്ലാഷ് വെളിച്ചം നാലുപാടും വീശി. സുജിത്തെ, കളി മതിയാക്കി വാടാ, ഞാൻ വിളിച്ചു പറഞ്ഞു. എൻ്റെ ശബ്ദത്തിലെ വിറയൽ എനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. മറുപടി ഉണ്ടായില്ല. അപ്പോഴാണ് ആ വീടിൻ്റെ ഉള്ളറകളിൽ നിന്നും ഒരു ശബ്ദം ഞാൻ കേട്ടത്. വളരെ നേർത്ത ഒരു ശബ്ദം. ആരോ അടക്കി പിടിച്ച് സംസാരിക്കുന്ന ശബ്ദം. ഞാൻ കാതോർത്തു. ശബ്ദം വരുന്നത് വീടിൻ്റെ പിൻഭാഗത്തു നിന്നാണ്, പഴയ അടുക്കളയുടെ ഭാഗത്തു നിന്ന്. അതൊരു സംഭാഷണമായിരുന്നു. വ്യക്തമല്ലാത്ത വാക്കുകൾ. പെട്ടെന്ന് എനിക്കത് മനസ്സിലായി. ആ സംസാരിക്കുന്ന രീതി, ആ ശബ്ദം, അത് സുജിത്തിൻ്റേതായിരുന്നില്ല. അതൊരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു. ചോദ്യങ്ങൾ ചോദിക്കുകയും മറുപടി കേൾക്കാൻ കാത്തു നിൽക്കുകയും ചെയ്യുന്ന അതേ ശൈലി. ചക്കി വല്യമ്മ. എൻ്റെ കണ്ണുകൾ ഇരുളാൻ തുടങ്ങി. എനിക്ക് തല ചുറ്റുന്നതുപോലെ തോന്നി. 10 വർഷം മുമ്പ് മരിച്ച ഒരു സ്ത്രീയുടെ ശബ്ദം ആ ഇരുട്ടിൽ നിന്നും കേൾക്കുക. ഞാൻ പുറത്തേക്ക് ഓടാൻ തീരുമാനിച്ചു. കാലുകൾ പിന്നോട്ട് വെച്ചു. പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോടെ വീടിൻ്റെ മുൻവാതിൽ താനെ അടഞ്ഞു. ഞാൻ ഞെട്ടിത്തരിച്ചുപോയി. വാതിൽക്കലേക്ക് ഞാൻ ഓടിയെത്തി. ഞാൻ അതിൽ പിടിച്ചു വലിച്ചു. ഇല്ല, അത് പുറത്തുനിന്നും ആരോ പൂട്ടിയിരിക്കുന്നത് പോലെ ഉറച്ചിരുന്നു. ഞാൻ ആ ഇരുട്ടിൽ പെട്ടുപോയി. ഉള്ളിൽ നിന്നും ആ സംസാരത്തിൻ്റെ ശബ്ദം ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി കേൾക്കാമായിരുന്നു. അവർ എൻ്റെ അടുത്തേക്ക് വരികയാണോ? എനിക്ക് സുജിത്തിനെ കണ്ടെത്തണം. അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സംഭവിച്ചോ? ഞാൻ ഫോണിൻ്റെ വെളിച്ചം മുന്നിലേക്ക് നീട്ടി അടുക്കളയുടെ ഭാഗത്തേക്ക് നടന്നു. ഓരോ ചൂട് വയ്ക്കുമ്പോഴും എൻ്റെ ജീവൻ പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഇരുണ്ട ഇടനാഴി കടന്ന് ഞാൻ അടുക്കളയുടെ വാതിൽക്കലെത്തി. അവിടെ തീരെ വെളിച്ചമില്ലായിരുന്നു. ഞാൻ ഫ്ലാഷ് ഉള്ളിലേക്ക് അടിച്ചു.
അടുക്കളയുടെ ഒരു മൂലയിൽ തറയിൽ ഒരാൾ കിടക്കുന്നു. സുജിത്ത്. ഞാൻ അവനടുത്തേക്ക് ഓടിച്ചെന്നു. അവൻ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. ഞാൻ അവൻ്റെ തോളിൽ പിടിച്ചു കുലുക്കി. സുജിത്തെ, എഴുന്നേൽക്കടാ, ഞാൻ നിലവിളിച്ചു. അവൻ അനങ്ങിയില്ല. എൻ്റെ കൈകൾ പിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ മലർത്തി കിടത്തി. അവൻ്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു. അവൻ്റെ ശ്വാസം വളരെ പതുക്കെയായിരുന്നു. അവൻ ബോധം കെട്ട് കിടക്കുകയാണ്. ഞാൻ അവൻ്റെ മുഖത്ത് തട്ടി വിളിച്ചു. ഒരു പ്രതികരണവുമില്ല. പെട്ടെന്ന് എൻ്റെ തൊട്ടുപിന്നിലായി ഒരു കാൽപെരുമാറ്റം ഞാൻ കേട്ടു. ആരോ എൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്, വളരെ അടുത്ത്. ആ വ്യക്തിയുടെ ശ്വാസോച്ഛ്വാസം എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. മരവിപ്പിക്കുന്ന ഒരു തണുപ്പ് എൻ്റെ ശരീരം ആകെ പടർന്നു. തിരിഞ്ഞു നോക്കാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ക്യാമറ സ്ക്രീനിൽ കണ്ട ആ കറുത്ത നിഴൽ, എന്നെ കടന്നുപോയ ആ അദൃശ്യ രൂപം, അടഞ്ഞ വാതിൽ, ആ സംസാരം എല്ലാം കൂടി എൻ്റെ സമനില തെറ്റിച്ചു. ഞാൻ സർവ്വശക്തിയുമെടുത്ത് സുജിത്തിനെ എൻ്റെ തോളിലേക്കെടുത്തു. അവന് നല്ല ഭാരമുണ്ടായിരുന്നു. എങ്കിലും ജീവരക്ഷാർത്ഥം എനിക്ക് അമാനുഷികമായ എന്തോ ശക്തി ലഭിച്ചതുപോലെ തോന്നി. ഞാൻ അവനെയും ചുമന്ന് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഓടി. ഇടനാഴി കടന്ന് ഞാൻ ഹാളിലെത്തി. അടഞ്ഞു കിടന്ന മുൻവാതിൽ ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ആഞ്ഞിടിച്ചു. ആ പഴയ വാതിൽ വലിയൊരു ശബ്ദത്തോടെ തുറന്നുപോയി. ഞാൻ വരാന്തയിലേക്ക് വീണു. സുജിത്ത് എൻ്റെ മുകളിലേക്കും. ഞാൻ വേഗം എഴുന്നേറ്റു. അവനെയും വലിച്ചു പിടിച്ച് ഞാൻ ആ പറമ്പിലൂടെ ഓടി. ഇരുമ്പ് ഗേറ്റ് കടന്ന് പാടവരമ്പിലെത്തിയപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. ആ വീട് ആ ഇരുട്ടിൽ വലിയൊരു രാക്ഷസനെ പോലെ നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ തുറന്നിട്ട വാതിലിലൂടെ ആരോ എന്നെ നോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ സുജിത്തിനെ പാടവരമ്പിൽ കിടത്തി. എൻ്റെ ശ്വാസം നിലയ്ക്കാറായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സുജിത്ത് പതുക്കെ അനങ്ങി. അവൻ കണ്ണുകൾ തുറന്നു. എന്താ, എന്തു പറ്റി? അവൻ അവ്യക്തമായി ചോദിച്ചു. ഞാൻ അവനെ എഴുന്നേൽക്കാൻ സഹായിച്ചു. നമുക്ക് വേഗം പോകാം, ഞാൻ പറഞ്ഞു. അവൻ ചുറ്റും നോക്കി. അവൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. നടന്നതൊന്നും അവന് ഓർമ്മയില്ലാത്തതുപോലെ. ഞാൻ നിലത്ത് വീണോ? അവൻ ചോദിച്ചു. അതെ, നീ പെട്ടെന്ന് ബോധം കെട്ട് വീണു. നിനക്ക് നടക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു. അതേ എന്ന അർത്ഥത്തിൽ അവൻ തലയാട്ടി. അവൻ വളരെ പതുക്കെ നടക്കാൻ തുടങ്ങി. ഞങ്ങൾ പാടം കടന്ന് റോഡിലെത്തി. അവിടെ നല്ല വെളിച്ചമുണ്ടായിരുന്നു. എൻ്റെ ഭയം കുറച്ച് കുറഞ്ഞു. ഞങ്ങൾ നടന്ന് സുജിത്തിൻ്റെ വീടിൻ്റെ അടുത്തെത്തി. ഞാൻ പോയിട്ട് നാളെ വരാൻ പ്രവീണേ, വല്ലാത്തൊരു ക്ഷീണം, അവൻ പറഞ്ഞു. ശരി, നീ പോയി കിടന്നുറങ്ങ്, ഞാൻ പറഞ്ഞു. അവനവൻ്റെ വീട്ടിലേക്ക് നടന്നുപോയി. അവൻ്റെ നടത്തത്തിന് എന്തോ ഒരു വല്ലായ്മ ഉള്ളതുപോലെ എനിക്ക് തോന്നി. പക്ഷെ ഞാനത് കാര്യമാക്കിയില്ല. ചിലപ്പോൾ അവൻ വീണതിൻ്റെ ആകും. ഞാൻ എൻ്റെ അമ്മ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ ഉടനെ ഞാൻ വാതിലടച്ചു പൂട്ടി. മുറിയിൽ പോയി കട്ടിലിലേക്ക് വീണു. എൻ്റെ മനസ്സിൽ ആ കറുത്ത നിഴലും ആ സംസാരവും മാത്രം നിറഞ്ഞു നിന്നു. എപ്പോഴോ ഞാൻ മയങ്ങിപ്പോയി. രാത്രി 8 മണി കഴിഞ്ഞിരുന്നു. കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. പുറത്ത് നല്ല ഇരുട്ടാണ്. ഞാൻ പോയി വാതിൽ തുറന്നു. പുറത്ത് സുജിത്ത് നിൽക്കുന്നു. അവൻ്റെ മുഖത്ത് ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ തികച്ചും സാധാരണ നിലയിലായിരുന്നു. എന്താടാ, നീ ഉറങ്ങുകയായിരുന്നോ? അവൻ ചോദിച്ചു. അതെ, നീ ഓക്കെ ആണോ ഇപ്പോൾ? ഞാൻ ചോദിച്ചു. ആ, ഞാനൊന്ന് ഫ്രഷായി. വെറുതെ ഒന്ന് തല കറങ്ങിപ്പോയി. ഞാനൊരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. നമുക്ക് മുകളിൽ ടെറസിൽ പോയാലോ? സുജിത്ത് ചോദിച്ചു. എനിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പോയി ചായ ഇട്ടു വന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി പടികൾ കയറി ടെറസിലേക്ക് പോയി. അവിടെ നിലത്ത് ഒരു പായ വിരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളതിലിരുന്നു. ആകാശത്ത് തീരെ നിലാവില്ലായിരുന്നു. ചുറ്റും കനത്ത ഇരുട്ട്. ദൂരെ പാടത്തു നിന്നും തവളകളുടെ ശബ്ദം കേൾക്കാം. ഞാൻ ചായ അവന് നേരെ നീട്ടി. അവനത് വാങ്ങി താഴെ വെച്ചു. ഞാൻ കൊച്ചിയിലെ എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. മനഃപൂർവ്വം ആ വീടിൻ്റെ കാര്യങ്ങൾ ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ സുജിത്ത് ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. അവൻ്റെ ശരീരഭാഷയിൽ പ്രകടമായൊരു വ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചു. എപ്പോഴും എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന സുജിത്ത് ഇപ്പോൾ തല കുനിച്ച് തറയിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. അവൻ്റെ ശരീരം വല്ലാതെ വളഞ്ഞിരിക്കുന്നു. നിനക്കെന്താടാ പറ്റിയത്? എന്തോ പോലെ, ഞാൻ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞില്ല. പകരം അവനവൻ്റെ വലതുകൈ പതുക്കെ ഉയർത്തി. വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചു. അതൊരു സാധാരണ ഇരിപ്പായിരുന്നില്ല. ചക്കി വല്യമ്മ വരാന്തയിലിരിക്കുന്ന അതേ രീതി. എൻ്റെ ഉള്ളിൽ വീണ്ടും ഭയം തലപൊക്കി. പെട്ടെന്ന് അവൻ പതിയെ ചുണ്ടുകൾ അനക്കാൻ തുടങ്ങി. അവൻ എന്തൊക്കെയോ മന്ത്രിക്കുകയാണ്. ഞാൻ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല.
അവനവൻ്റെ വലതുവശത്തെ ശൂന്യതയിലേക്ക് നോക്കുകയാണ്. അവൻ ആരോടോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പിന്നെ നിശബ്ദനാകുന്നു. മറുപടി കേട്ടിട്ടെന്നോണം തലയാട്ടുന്നു. വീണ്ടും സംസാരിക്കുന്നു. എൻ്റെ ശ്വാസം നിലച്ചു. സുജിത്തെ, ഞാൻ അല്പം ഉറക്കെ വിളിച്ചു. അവൻ പതുക്കെ തലയുയർത്തി എന്നെ നോക്കി. ആ നോട്ടം, അത് സുജിത്തിൻ്റെ നോട്ടമായിരുന്നില്ല. ആ കണ്ണുകളിൽ ജീവനില്ലായിരുന്നു. ശൂന്യമായ ഭയപ്പെടുത്തുന്ന ഒരു നോട്ടം. ഒരിക്കലും ആരുടെയും മുഖത്ത് നോക്കാത്ത ആ പഴയ ചക്കിവല്യമ്മയുടെ അതേ നോട്ടം. അവൻ്റെ ചുണ്ടുകളിൽ ഒരു ചിരി വിടർന്നു. അവൻ വലതുവശത്തെ ഇരുട്ടിലേക്ക് നോക്കി. പിന്നെ എൻ്റെ നേരെ നോക്കി. ആ സ്ത്രീയുടെ അതേ ശബ്ദത്തിൽ അവൻ പറഞ്ഞു, കണ്ടുപിടിച്ചു അല്ലേ? എൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. എൻ്റെ മുന്നിലിരിക്കുന്നത് എൻ്റെ സുഹൃത്തല്ല. 10 വർഷം മുമ്പ് മരിച്ച ആ സ്ത്രീയാണ് അവൻ്റെ ശരീരത്തിൽ. അവർ എന്നെ നോക്കി വീണ്ടും ചിരിച്ചു. പെട്ടെന്ന് ടെറസിലെ കനത്ത ഇരുട്ടിൽ എൻ്റെ തൊട്ടു പിന്നിലായി വീണ്ടും ആ കാൽപ്പെരുമാറ്റം ഞാൻ കേട്ടു. അവർ തനിച്ചല്ല വന്നത്. അവരുടെ കൂടെ സംസാരിക്കാനുണ്ടായിരുന്ന ആ അദൃശ്യ രൂപവും എൻ്റെ പിന്നിലുണ്ട്. എൻ്റെ പിന്നിലെ കാൽപ്പെരുമാറ്റം പെട്ടെന്ന് നിന്നു. ആരോ എൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. അതും വളരെ അടുത്ത്. ആ സാന്നിധ്യം എനിക്ക് വ്യക്തമായി അറിയാൻ പറ്റുന്നുണ്ട്. മുന്നിൽ പായയിൽ സുജിത്തിൻ്റെ രൂപത്തിൽ ചക്കിവല്യമ്മ ഇരിക്കുന്നു. അവരുടെ ചുണ്ടുകളിലെ ആ ചിരി മാഞ്ഞിരുന്നില്ല. നീ എന്തിനാ വന്നത്? അവർ ചോദിച്ചു. ശബ്ദം സുജിത്തിൻ്റേതായിരുന്നില്ല. പരുക്കനായ ഒരു സ്ത്രീ ശബ്ദം. ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ ശബ്ദം പുറത്തു വരാൻ വിസമ്മതിച്ചു. ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ കാലുകൾ അനങ്ങുന്നില്ല. തറയിൽ ഉറപ്പിച്ചു വെച്ചതുപോലെ. ഞങ്ങൾ സ്വസ്ഥമായിരിക്കുകയായിരുന്നു. നീ എന്തിനാ അങ്ങോട്ട് വന്നത്? അവർ വീണ്ടും ചോദിച്ചു. അവൾ ഉപയോഗിച്ച ആ വാക്ക് എന്നെ കൂടുതൽ ഭയപ്പെടുത്തി. പെട്ടെന്ന് സുജിത്തിൻ്റെ മുഖഭാവം മാറി. ആ ചിരി ദേഷ്യത്തിന് വഴിമാറി. അവൻ്റെ കണ്ണുകൾ വലുതായി. മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. അവനോട് പറ, അവർ അലറി. ആ അലർച്ച ടെറസിൽ പ്രതിധ്വനിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. അവർ ആരോടാണ് സംസാരിക്കുന്നത്? എൻ്റെ പിന്നിൽ നിൽക്കുന്ന ആ അദൃശ്യ രൂപത്തോടോ? അടുത്ത നിമിഷം എൻ്റെ തോളിലൊരു സ്പർശനം ഞാൻ അറിഞ്ഞു. ഞാൻ വിറച്ചുപോയി. ആ കൈ എൻ്റെ തോളിൽ നിന്നും കഴുത്തിലേക്ക് നീങ്ങി. എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. മുന്നിൽ സുജി തന്നെ നോക്കിയിരിക്കുകയാണ്. അവൻ്റെ കണ്ണുകളിലിപ്പോൾ യാതൊരു ഭാവവുമില്ല. അവന് വിട്. ആ ശബ്ദം, അത് സുജിത്തിൻ്റെ ശബ്ദമായിരുന്നില്ല. ചക്കിവല്യമ്മയുടേതുമായിരുന്നില്ല. അതൊരു പുരുഷൻ്റെ ശബ്ദമായിരുന്നു. വളരെ ഗാംഭീര്യമുള്ള മുഴങ്ങുന്ന ഒരു ശബ്ദം. എൻ്റെ തൊട്ടുപിന്നിൽ നിന്നുമാണ് ആ ശബ്ദം വന്നത്. ആ നിമിഷം എൻ്റെ കഴുത്തിലെ ആ കൈ പിൻവലിക്കപ്പെട്ടു. ഞാൻ വളരെ വേഗത്തിൽ വലിയൊരു ശ്വാസമെടുത്തു. അവനെ വിട് ചക്കി, അവൻ പോട്ടെ. ആ പുരുഷ ശബ്ദം വീണ്ടും പറഞ്ഞു. സുജിത്തിൻ്റെ രൂപത്തിലിരിക്കുന്ന ചക്കിവല്യമ്മയുടെ മുഖത്ത് ഒരു അതൃപ്തി ഉണ്ടായി. അവർ വലതുവശത്തേക്ക് നോക്കി. ഇവൻ നമ്മുടെ വീട്ടിൽ കയറി. ഇവനെ വെറുതെ വിടണോ? അവർ ചോദിച്ചു. വേണ്ട, അവൻ അറിയില്ലായിരുന്നു. അവൻ പോട്ടെ. ആ ശബ്ദം മറുപടി പറഞ്ഞു. അവർ തമ്മിലൊരു സംഭാഷണം നടക്കുകയാണ്. എൻ്റെ മുന്നിൽ വെച്ച്. ചക്കിവല്യമ്മ ഇത്രയും കാലം സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ അദൃശ്യ രൂപത്തിനോടായിരുന്നോ? ആരാണിയാൾ? സുജിത്ത് പതുക്കെ തലയാട്ടി. അവൻ്റെ ശരീരം മുൻപോട്ടാഞ്ഞു. നീ പോയിക്കോ, അവർ എന്നോട് പറഞ്ഞു. പക്ഷേ ഇനി എവിടേക്ക് വരരുത്. വന്നാൽ... അവർ വാചകം പൂർത്തിയാക്കിയില്ല. പെട്ടെന്ന് സുജിത്തിൻ്റെ കണ്ണുകൾ മേലോട്ട് മറിഞ്ഞു. അവൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. വലിയൊരു ശ്വാസം എടുത്തുകൊണ്ട് അവൻ പുറകോട്ട് മറിഞ്ഞു വീണു. ടെറസിലെ തറയിൽ അവൻ്റെ തല ചെന്നിടിച്ചു. സുജിത്തെ, ഞാൻ അലറിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചാടി. എൻ്റെ കാലുകൾക്ക് ഇപ്പോൾ ചലിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അവൻ്റെ ശരീരം തണുത്തുറഞ്ഞിരുന്നു. ഞാൻ അവൻ്റെ മുഖത്ത് തട്ടി വിളിച്ചു. സുജിത്തെ, എഴുന്നേൽക്കടാ. അവൻ അനങ്ങിയില്ല. പെട്ടെന്ന് ചുറ്റും വീശിയടിച്ചിരുന്ന കാറ്റ് നിലച്ചു. ആ പഴയ ശാന്തത തിരികെ വന്നു. എൻ്റെ പിന്നിലുണ്ടായിരുന്ന ആ സാന്നിധ്യം ഇപ്പോൾ അവിടെയില്ലെന്ന് എനിക്ക് തോന്നി. അവർ പോയോ? ഞാൻ സുജിത്തിനെ എൻ്റെ മടിയിൽ കിടത്തി. അവൻ്റെ നാഡിമിടിപ്പ് ഞാൻ പരിശോധിച്ചു. സ്പന്ദനമുണ്ട്. അവൻ മരിച്ചിട്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ പതുക്കെ കണ്ണുകൾ തുറന്നു. അവൻ്റെ നോട്ടം സാധാരണ നിലയിലായിരുന്നു. പ്രവീണെ, എന്തുപറ്റി? ഞാൻ കിടക്കുകയാണോ? അവൻ അവ്യക്തമായി ചോദിച്ചു. എനിക്ക് വലിയൊരു ആശ്വാസം തോന്നി. അവന് ബോധം വന്നു. അവൻ ഇപ്പോഴും നടന്നതൊന്നും ഓർമ്മയില്ല. ഒന്നുമില്ലടാ, നീ പെട്ടെന്ന് തല ഇറങ്ങി വീണു. ഞാൻ കള്ളം പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവൻ വിശ്വസിച്ചെന്നു വരില്ല. മാത്രമല്ല, അതവനെ വീണ്ടും ഭയപ്പെടുത്തിയെന്നും വരും. ഞാൻ അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു.
നമുക്ക് താഴേക്ക് പോകാം, ഞാൻ പറഞ്ഞു. ഞങ്ങൾ പടികളിറങ്ങി താഴെ എത്തി. അവൻ കസാരയിലിരുന്നു. എനിക്കെന്തോ വല്ലാത്ത ക്ഷീണം തോന്നുന്നു. ഞാൻ വീട്ടിലേക്ക് പോട്ടെ, അവൻ പറഞ്ഞു. ഞാൻ കൊണ്ടുവിടാം. ഞങ്ങൾ പുറത്തേക്കിറങ്ങി. റോഡിൽ വലിയ വെളിച്ചമുണ്ടായിരുന്നില്ല. എന്നാലും ടെറസിലെ ആ കനത്ത ഇരുട്ടിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു അത്. ഞാൻ അവനെ വീട്ടിലാക്കി തിരികെ നടന്നു. എൻ്റെ മനസ്സ് ഒട്ടും ശാന്തമായിരുന്നില്ല. ആരായിരുന്നു ആ പുരുഷൻ? ചക്കി വല്യമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആ അദൃശ്യരൂപം. നാട്ടുകാർ പറഞ്ഞത് ശരിയായിരുന്നു. അവർക്ക് വട്ടായിരുന്നില്ല, അവർ തനിച്ചുമായിരുന്നില്ല. പക്ഷേ ആരാണ് അയാൾ? അവർ തമ്മിലുള്ള ബന്ധമെന്താണ്? എന്തുകൊണ്ടാണ് അവർ ആ പഴയ വീട്ടിൽ തന്നെ തങ്ങുന്നത്? എൻ്റെ മനസ്സിൽ 100 ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഞാൻ എൻ്റെ മുറിയിലെത്തി വാതിലടച്ചു. ഉറങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഫോൺ എടുത്തു. ആ പറമ്പിൽ വെച്ചെടുത്ത വീഡിയോ. ഞാൻ ഗാലറി തുറന്ന് ആ വീഡിയോ പ്ലേ ചെയ്തു. മുറ്റത്തെ കരിയിലകളുടെ ശബ്ദം, വരാന്ത, ആ പഴയ ഹാൾ, സ്ക്രീനിൽ വെളിച്ചം വീണു. മറിഞ്ഞു കിടക്കുന്ന കസേര. ക്യാമറ വലതുവശത്തെ ജനലയിലേക്ക് തിരിഞ്ഞു. ഞാൻ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. അതാ ആ കറുത്ത നിഴൽ, അതിവേഗത്തിൽ പാഞ്ഞു പോകുന്ന ഒരു രൂപം. ഞാൻ വീഡിയോ പോസ് ചെയ്തു. ആ നിഴലിൻ്റെ രൂപം വ്യക്തമായി കാണാൻ ഞാൻ സ്ക്രീനിൽ സൂം ചെയ്തു. എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതൊരു സ്ത്രീയുടെ നിഴലായിരുന്നില്ല, അതൊരു പുരുഷൻ്റെ രൂപമായിരുന്നു. വളരെ വലിയ ഒരു മനുഷ്യൻ്റെ രൂപം. ടെറസിൽ വെച്ച് എൻ്റെ പുറകിൽ നിന്ന അതേ രൂപം. എന്നോട് സുജിത്തിനെ വിടാൻ പറഞ്ഞ അതേ വ്യക്തി. അയാൾ ആ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങളവിടെ കയറിയപ്പോൾ മുതൽ അയാൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫോൺ താഴെ വെച്ചു. എൻ്റെ കൈകൾ വീണ്ടും വിറയ്ക്കാൻ തുടങ്ങി. ആ വീടിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം. ചക്കി വല്യമ്മയെക്കുറിച്ച്, അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ അദൃശ്യ മനുഷ്യനെക്കുറിച്ച്. നാളെ രാവിലെ തന്നെ എനിക്കൊരാളെ കാണണം. ഈ നാട്ടിലെ ഏറ്റവും പ്രായമുള്ള ഒരാളെ, ശിവരാമൻ നായരെ. അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയാതിരിക്കില്ല. രാത്രിയുടെ യാമങ്ങൾ കടന്നുപോയി. ഞാൻ ഉറങ്ങിയില്ല. ജനലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് ഞാൻ നോക്കിയിരുന്നു. ആ വീട്ടിലിപ്പോൾ എന്ത് നടക്കുകയാകും? അവരവിടെ എന്ത് ചെയ്യുകയാകും? വെളുപ്പാങ്കാലത്തെപ്പോഴോ എൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. ഉണർന്നപ്പോൾ നേരം പുലർന്നിരുന്നു. മുറിയിലേക്ക് സൂര്യപ്രകാശം അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം എഴുന്നേറ്റു. മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശിവരാമൻ നായരെ കാണുക. ഞാൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. അദ്ദേഹത്തിൻ്റെ വീട് കുറച്ച് മാറിയാണ്. പാടവരമ്പിലൂടെ പോകണം. വീണ്ടും ആ വീടിന് മുന്നിലൂടെ. ഞാൻ പാടവരമ്പിലെത്തി. ദൂരെ ആ വീട് കാണാം. പകൽ വെളിച്ചത്തിൽ അതിന് പഴയതുപോലെ ഭയാനകത തോന്നിയില്ല. എങ്കിലും എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ഞാൻ ആ പറമ്പിൻ്റെ അതിരിലെത്തി. എൻ്റെ കണ്ണുകൾ ആ ഗേറ്റിലേക്ക് നീണ്ടു. ഇന്നലെ പാതി തുറന്നു കിടന്നിരുന്ന ആ ഗേറ്റ്, പക്ഷേ ഇന്നത് അടഞ്ഞു കിടക്കുന്നു. തുരുമ്പെടുത്ത ആ ഇരുമ്പ് ഗേറ്റ് ആരോ പൂർണ്ണമായും അടച്ചിരിക്കുന്നു. ഞാൻ അവിടെ തറഞ്ഞു നിന്നു. ആരാണ് ഗേറ്റ് അടച്ചത്? ആ വീട്ടിൽ ആരും താമസമില്ല. ആരും അങ്ങോട്ട് പോകാറുമില്ല. പിന്നെ എങ്ങനെ അതടഞ്ഞു? ഇന്നലെ രാത്രി അവർ പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ വന്നു. ഇനി അവിടെ വരരുത്. അവർ ആ വാതിൽ കൊട്ടിയടച്ചതാണോ? എനിക്കുള്ള മുന്നറിയിപ്പാണോ അത്? ഞാൻ വേഗത്തിൽ അവിടെ നിന്ന് നടന്നു. ശിവരാമൻ നായരുടെ വീടിന് മുന്നിലെത്തി ഞാൻ വിളിച്ചു, ശിവരാമൻ മാമ. മുറ്റത്തേക്കൊരു വൃദ്ധൻ ഇറങ്ങി വന്നു. നിറച്ച താടിയും മുടിയും. കയ്യിലൊരു വടിയുണ്ട്. ആരാ അത്? അദ്ദേഹം ചോദിച്ചു. ഞാനാ മാമ, പ്രവീൺ, ഗിരിജയുടെ മകൻ, ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ സൂക്ഷിച്ചു നോക്കി. ആഹാ, കൊച്ചിയിലുള്ള ഗിരിജയുടെ മകനോ? നീ എപ്പോൾ വന്നു? വാ, കയറിയിരിക്കേ. അദ്ദേഹം വരാന്തയിലെ കസേരയിലേക്ക് ചൂണ്ടി. ഞാൻ അവിടെ ഇരുന്നു. എങ്ങനെ ചോദിച്ചു തുടങ്ങണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താ മോനെ, രാവിലെ തന്നെ എന്തെങ്കിലും വിശേഷമുണ്ടായിരുന്നോ? അദ്ദേഹം ചോദിച്ചു. ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. വളച്ചു കെട്ടാതെ ചോദിക്കുന്നതാണ് നല്ലത്. മാമ, ഞാൻ ചക്കി വല്യമ്മയെക്കുറിച്ച് ചോദിക്കാൻ വന്നതാ, ഞാൻ പറഞ്ഞു. ആ പേര് കേട്ടതും അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറി. കണ്ണുകളിലെ തിളക്കം മങ്ങി. നെറ്റിയിൽ ചുളിവുകൾ വീണു. അദ്ദേഹം കയ്യിലിരുന്ന വടി തറയിൽ ഒന്നമർത്തി. ചക്കി, അവരെക്കുറിച്ച് എന്തിനാ നീ ഇപ്പോൾ ചോദിക്കുന്നത്? അവർ മരിച്ചിട്ടിപ്പോൾ 10 വർഷത്തോളമായില്ലേ? അദ്ദേഹം ചോദിച്ചു. ശബ്ദത്തിൽ ചെറിയൊരു വിറയലുണ്ടായിരുന്നു. അതെ, അതെനിക്കറിയാം. എന്നാലും എനിക്കൊരു കാര്യം അറിയണമായിരുന്നു. എന്ത് കാര്യം? അവർ എപ്പോഴും തനിച്ച് സംസാരിക്കുമായിരുന്നല്ലോ. അവർക്ക് വട്ടാണെന്നാണല്ലോ നാട്ടുകാർ കരുതിയിരുന്നത്. ഞാൻ നിർത്തി. അദ്ദേഹം എന്നെ തന്നെ നോക്കി കുറച്ചു നേരം ഇരുന്നു. പിന്നെ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, വട്ടായിരുന്നില്ല മോനെ അവൾക്ക്. പിന്നെ? ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു.
അദ്ദേഹം ചുറ്റും നോക്കി. ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു, അവൾ തനിച്ചായിരുന്നില്ല ആ വീട്ടിൽ താമസം. അവളോടൊപ്പം മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നു. എൻ്റെ നെഞ്ചൊന്നു പിടഞ്ഞു. ആരായിരുന്നു അത്? ഞാൻ ചോദിച്ചു. അദ്ദേഹം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ ഭർത്താവ് നാരായണൻ. ശിവരാമൻ നായരുടെ ആ വാക്കുകൾ എൻ്റെ ചെവിയിൽ മുഴങ്ങി. നാരായണൻ. ആ അദൃശ്യരൂപം ചക്കി വല്യമ്മയുടെ ഭർത്താവായിരുന്നോ? പക്ഷേ എങ്ങനെ? ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളെ ആ വീട്ടിൽ കണ്ടിട്ടില്ല. കുട്ടിക്കാലത്ത് പോലും ചക്കി വല്യമ്മയെ മാത്രമേ ഞാൻ ആ വരാന്തയിൽ കണ്ടിട്ടുള്ളൂ. ഭർത്താവോ? ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കണ്ടിട്ടില്ലല്ലോ മാമ, ഞാൻ പറഞ്ഞു. അദ്ദേഹം ഒരു നിമിഷം മൗനമായിരുന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, നീ കാണില്ല മോനെ. നീ ജനിക്കുന്നതിനു മുമ്പേ അയാൾ മരിച്ചുപോയി. എൻ്റെ കണ്ണുകൾ വിടർന്നു. മരിച്ചുപോയ ഭർത്താവോ? അപ്പോൾ ഇത്രയും കാലം അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് മരിച്ചുപോയ തൻ്റെ ഭർത്താവിനോടായിരുന്നോ? മരിച്ചുപോയോ? അതെങ്ങനെ? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. ശിവരാമൻ നായർ തൻ്റെ കയ്യിലിരുന്ന വടിയിൽ പിടിമുറുക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുന്നതുപോലെ തോന്നി. നാരായണൻ ഒരു സാധാരണക്കാരനായിരുന്നില്ല. അയാൾക്ക് ചില സിദ്ധികളുണ്ടായിരുന്നു. ആവാഹനവും മന്ത്രവാദവുമൊക്കെ അയാൾക്ക് വശമായിരുന്നു. നാട്ടുകാർക്ക് അയാളെ വലിയ പേടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു തുടങ്ങി, മന്ത്രവാദിയോ? കാര്യങ്ങൾ ഞാൻ കരുതിയതിലും സങ്കീർണമാണ്. എന്നിട്ട്? ഞാൻ ചോദിച്ചു. അയാളുടെ മരണം ഒരു കൊലപാതകമായിരുന്നു മോനെ. ഒരു രാത്രിയിൽ ആ വീട്ടിൽ വെച്ച് ആരോ അയാളെ വെട്ടിക്കൊന്നു. ആരാണത് ചെയ്തതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പോലീസ് അന്വേഷിച്ചു, ഒരു തെളിവും കിട്ടിയില്ല. അദ്ദേഹം കുറച്ചു നേരം നിർത്തി. നാരായണൻ്റെ മരണത്തിന് ശേഷം ചക്കി ആകെ മാറിപ്പോയി. അവൾ ആരോടും സംസാരിക്കാതെയായി, പുറത്തിറങ്ങാതെയായി. പിന്നെയാണ് ആ മാറ്റം നാട്ടുകാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്തു മാറ്റം? അവൾ തനിച്ച് സംസാരിക്കാൻ തുടങ്ങി. നാരായണൻ മരിച്ചിട്ടില്ലെന്നും അയാൾ അവളുടെ കൂടെ തന്നെയുണ്ടെന്നും അവൾ വിശ്വസിച്ചു. അല്ല, അവൾക്കത് വെറും ഒരു വിശ്വാസമായിരുന്നില്ല. അവൾക്ക് അയാളെ കാണാനും സംസാരിക്കാനും കഴിയുമായിരുന്നു. ശിവരാമൻ നായരുടെ ശബ്ദത്തിൽ ഒരു ചെറിയ ഭയം കലർന്നിരുന്നു. അപ്പോൾ നാട്ടുകാർ കരുതിയത് അവൾക്ക് വട്ടാണെന്നല്ലേ? ഞാൻ ചോദിച്ചു. ആദ്യം അങ്ങനെയാണ് എല്ലാവരും കരുതിയത്. പക്ഷേ പിന്നീട് ചില കാര്യങ്ങൾ നടന്നു. അത് കണ്ടപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി നാരായണൻ ആ വീട് വിട്ടുപോയിട്ടില്ലെന്ന്. എന്ത് കാര്യങ്ങൾ? ചില രാത്രികളിൽ ആ വീടിൻ്റെ വരാന്തയിൽ വലിയൊരു രൂപം നിൽക്കുന്നത് ചിലർ കണ്ടു. ചിലർക്ക് പരുക്കനായ ഒരു പുരുഷ ശബ്ദം കേൾക്കാമായിരുന്നു. ചക്കി സംസാരിക്കുന്നത് അവൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരാളോടാണെന്ന് അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. നാരായണൻ്റെ ആത്മാവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവളെ കാവൽ കാത്ത്. ഇന്നലെ രാത്രി ടെറസിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. സുജിത്തിനെ വിടാൻ ആവശ്യപ്പെട്ട ആ ശബ്ദം, എൻ്റെ തോളിൽ പിടിച്ച കൈകൾ, ക്യാമറയിൽ കണ്ട ആ വലിയ നിഴൽ, എല്ലാം നാരായണൻ്റേതായിരുന്നു. ആ വീട് ഇത്രയും വർഷമായിട്ടും ആരും വാങ്ങാത്തത് ഇതുകൊണ്ടാണോ? ഞാൻ ചോദിച്ചു. അതേ മോനെ, ചക്കി മരിച്ചതിന് ശേഷം അവളുടെ ബന്ധുക്കൾ ആ വീട് വിൽക്കാൻ നോക്കി. പക്ഷെ നാട്ടുകാർ ആരും അത് വാങ്ങാൻ തയ്യാറായില്ല. പുറത്തുനിന്നും ചിലർ അത് വാങ്ങാൻ വന്നതാണ്. പക്ഷെ ആരും അവിടെ ഒരു ദിവസത്തിൽ കൂടുതൽ നിന്നില്ല. അവിടെ താമസിച്ചവർക്ക് പല ദുരനുഭവങ്ങളും ഉണ്ടായി. അതോടെ ആ വീട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. ശിവരാമൻ നായർ കഥ പറഞ്ഞു നിർത്തി. എനിക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ തുടങ്ങി. ചക്കി വല്യമ്മയും നാരായണനും ആ വീട്ടിൽ തന്നെയുണ്ട്. അവർ അവരുടെ ലോകത്താണ്. അവിടെ അതിക്രമിച്ചു കയറുന്നവരെ അവർക്കിഷ്ടമല്ല. ഇന്നലെ ഞാനും സുജിത്തും ചെയ്തത് വലിയൊരു തെറ്റാണ്. അവരുടെ സ്വകാര്യതയിലേക്കാണ് ഞങ്ങൾ കടന്നു ചെന്നത്. മാമ, ഇനി അവിടെ പോയാൽ അവർ നമ്മളെ ഉപദ്രവിക്കുമോ? ഞാൻ ഭയത്തോടെ ചോദിച്ചു. അദ്ദേഹം എന്നെ സൂക്ഷിച്ചു നോക്കി. നീ എന്തിനാ മോനെ ഇതൊക്കെ ചോദിക്കുന്നത്? നീ അവിടെ പോയോ? ഞാനൊന്ന് മടിച്ചു. സത്യം പറയണോ? വേണ്ട, പറഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പമാകും. ഇല്ല മാമ, ചുമ്മാ ചോദിച്ചതാ, ഞാൻ കള്ളം പറഞ്ഞു. നീ അവിടെ പോകരുത്, ആ പറമ്പിലേക്ക് പോലും നോക്കരുത്. അവർക്കവരെ ശല്യം ചെയ്യുന്നത് ഇഷ്ടമല്ല. ആ ഗേറ്റ് കടന്ന് ഉള്ളിൽ കയറിയാൽ അവർ വെറുതെ വിടില്ല. അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഞാൻ തലയാട്ടി. ശിവരാമൻ നായരോട് നന്ദി പറഞ്ഞ് ഞാൻ അവിടെ നിന്നും ഇറങ്ങി. എൻ്റെ മനസ്സിൽ ഭയത്തേക്കാൾ കൂടുതൽ കുറ്റബോധമായിരുന്നു. ഞാൻ കാരണം സുജിത്ത് വലിയൊരു അപകടത്തിലാണ് പെട്ടത്. അവൻ്റെ ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കാൻ ഞാനൊരു കാരണമായി. എനിക്ക് സുജിത്തിനെ ഒന്നുകൂടി കാണണം. അവന് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണം. ഞാൻ അവൻ്റെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മ പുറത്തുണ്ടായിരുന്നു. സുജിത്ത് എന്തേ ആൻറ്റി? ഞാൻ ചോദിച്ചു. അവൻ ഉറങ്ങുകയാ മോനെ. ഇന്നലെ രാത്രി വന്നിട്ട് എനിക്ക് വല്ലാത്ത ക്ഷീണമാണെന്നും പറഞ്ഞ് കിടന്നതാ.
ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അമ്മ പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ പറഞ്ഞു. അമ്മ തലയാട്ടി. ഞാൻ അവൻ്റെ മുറിയിലേക്ക് നടന്നു. വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് നോക്കി. സുജിത്ത് കട്ടിലിൽ കിടപ്പുണ്ട്. പുറംതിരിഞ്ഞാണ് കിടക്കുന്നത്. ഞാൻ പതുക്കെ അകത്ത് കയറി. സുജിത്തെ, ഞാൻ വിളിച്ചു. അവൻ അനങ്ങിയില്ല. ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ ശ്വാസോച്ഛ്വാസം വളരെ പതുക്കെയാണ്. അവൻ നല്ല ഉറക്കത്തിലാണ്. ഞാൻ തിരികെ നടക്കാൻ ഭാവിച്ചു. പെട്ടെന്ന് അവൻ പതുക്കെ തിരിഞ്ഞു കിടന്നു. എൻ്റെ കണ്ണുകൾ അവൻ്റെ മുഖത്തേക്ക് നീണ്ടു. അവൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുകയായിരുന്നു. പക്ഷെ ആ കണ്ണുകൾ ഇന്നലെ രാത്രി ടെറസിൽ വെച്ച് കണ്ട അതേ ശൂന്യമായ കണ്ണുകൾ. ജീവനില്ലാത്ത ഭയപ്പെടുത്തുന്ന നോട്ടം. അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. മുറിയുടെ സീലിങ്ങിലേക്കാണ് അവൻ്റെ നോട്ടം. അവൻ്റെ ചുണ്ടുകൾ പതുക്കെ അനങ്ങാൻ തുടങ്ങി. അവൻ ആരോടോ മന്ത്രിക്കുകയാണ്, വളരെ നേർത്ത ശബ്ദത്തിൽ. അവൻ വന്നു, അവൻ വന്നു. എൻ്റെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയി. ആർക്കാണ് അവൻ വിവരം കൊടുക്കുന്നത്? ഞാൻ ഭയത്തോടെ പിന്നോട്ട് മാറി. ആ മുറിയിൽ പെട്ടെന്ന് ഒരു തണുപ്പ് പടരുന്നതായി എനിക്ക് തോന്നി. സുജിത്ത് പതിയെ തല തിരിച്ചെന്നെ നോക്കി. അവൻ്റെ മുഖത്ത് ആ പഴയ ചിരി വിടർന്നു. ചക്കിവല്യമ്മയുടെ ചിരി. നീ വീണ്ടും വന്നോ? ആ പരുക്കൻ സ്ത്രീ ശബ്ദം അവൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്നു. ഞാൻ വാതിൽക്കലേക്ക് ഓടി. അവനെ തടയേ, അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആർക്കാണ് ആ നിർദ്ദേശം നൽകിയത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ചാടി. പെട്ടെന്ന് മുറിയുടെ വാതിൽ വലിയൊരു ശബ്ദത്തോടെ അടഞ്ഞു. എൻ്റെ മുഖത്തിന് തൊട്ടു മുന്നിൽ വെച്ച്. ഞാൻ ഞെട്ടിത്തരിച്ചു നിന്നു. വാതിൽ താനെ അടഞ്ഞതാണ്. അവളോടൊപ്പം നാരായണനും ആ മുറിയിലുണ്ട്. അവർ സുജിത്തിനെ വിട്ടുപോയിട്ടില്ല. അവൻ അവരുടെ പിടിയിലാണ്. സുജിത്തെ, ഞാൻ വാതിലിൽ തട്ടി വിളിച്ചു. ഉള്ളിൽ നിന്നും യാതൊരു മറുപടിയുമില്ല. എന്താ മോനെ, എന്തു പറ്റി? അടുക്കളയിൽ നിന്നും അവൻ്റെ അമ്മ ഓടി വന്നു. ആൻറ്റി, വാതിലടഞ്ഞുപോയി, ഞാൻ പരിഭ്രമത്തോടെ പറഞ്ഞു. അമ്മ വാതിലിൻ്റെ ഹാൻഡിലിൽ പിടിച്ചു വലിച്ചു. തുറക്കുന്നില്ല. ഇതെന്താ ഇങ്ങനെ? സുജിത്തെ, വാതിൽ തുറക്കടാ, അമ്മ വിളിച്ചു. അകത്തുനിന്ന് ഒരു പ്രതികരണവുമില്ല. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. നാരായണനും ചക്കിവല്യമ്മയും സുജിത്തിനെ എന്തു ചെയ്യും? അവർ അവനെ കൊലപ്പെടുത്തുമോ? എൻ്റെ മനസ്സിൽ ഭയവും പരിഭ്രാന്തിയും നിറഞ്ഞു. ഞാൻ വാതിലിൽ ആഞ്ഞു തല്ലി. സുജിത്തെ, വാതിൽ തുറക്കടാ, ഞാൻ ഉറക്കെ അലറി. അപ്പോഴാണ് ആ മുറിക്കുള്ളിൽ നിന്നും ഒരു ശബ്ദം ഞാൻ കേട്ടത്. ഒരലർച്ച, സുജിത്തിൻ്റെ അലർച്ച, വേദന കൊണ്ടുള്ള ഒരു നിലവിളി. ആൻറ്റി, മാറി നിൽക്ക്, ഞാൻ പറഞ്ഞു. ഞാൻ സർവ്വശക്തിയും എടുത്ത് എൻ്റെ കാലുകൊണ്ട് ആ വാതിലിൽ ഒരു ചവിട്ട് കൊടുത്തു. പഴയ മരവാതിൽ വലിയൊരു ശബ്ദത്തോടെ തുറന്നുപോയി. ഞാൻ മുറിക്കുള്ളിലേക്ക് ചാടിക്കയറി. അവിടെ കണ്ട കാഴ്ച എൻ്റെ സമനില തെറ്റിക്കുന്നതായിരുന്നു. സുജിത്ത് കട്ടിലിൽ കിടക്കുകയല്ല. അവൻ്റെ ശരീരം വായുവിൽ ഉയർന്നു നിൽക്കുകയാണ്. കട്ടിലിന് മുകളിൽ ഒരടിയോളം ഉയരത്തിൽ. അവൻ്റെ കണ്ണുകൾ മേലോട്ട് മറിഞ്ഞിരിക്കുന്നു. കൈകാലുകൾ വെട്ടി വിറയ്ക്കുന്നുണ്ട്. അവൻ്റെ വായിലൂടെ നുരയും പതയും വരുന്നുണ്ട്. ആരോ അവനെ വായുവിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് പോലെ. സുജിത്തെ, അമ്മ നിലവിളിച്ചുകൊണ്ട് മുന്നോട്ടോടി. ഞാൻ അമ്മയെ തടഞ്ഞു നിർത്തി. ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകുന്നത് അപകടമാണ്. പെട്ടെന്ന് അവൻ്റെ ശരീരം താഴേക്ക് പതിച്ചു. കട്ടിലിലേക്ക് അവൻ വലിയൊരു ശബ്ദത്തോടെ വീണു. അവൻ അനങ്ങുന്നില്ല. ഞാൻ വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ നാഡിമിടിപ്പ് ഞാൻ പരിശോധിച്ചു. അവൻ ജീവനോടെയുണ്ട്. പക്ഷേ അവൻ്റെ ശരീരം ഐസ് പോലെ തണുത്തിരിക്കുന്നു. ഞാൻ ചുറ്റും നോക്കി. ആ മുറിയിൽ ഇപ്പോൾ വേറെ ആരുമില്ലെന്ന് എനിക്ക് തോന്നി. ആ അദൃശ്യ സാന്നിധ്യങ്ങൾ അവിടെ നിന്നും പോയിരിക്കുന്നു. അവർ അവനെ ഉപേക്ഷിച്ചോ? അതോ വെറുമൊരു മുന്നറിയിപ്പ് നൽകിയതാണോ? അമ്മ നിലവിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ കുട്ടിക്ക് എന്തു പറ്റി? എന്താ മോനെ അവന്? അമ്മ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല ആൻറ്റി, അവന് അപസ്മാരം വന്നതാകും. നമുക്ക് വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകാം, ഞാൻ പറഞ്ഞു. ഓട്ടോറിക്ഷ വിളിക്കാൻ ഞാൻ എൻ്റെ ഫോൺ എടുത്തു. ഞാനാകെ പേടിച്ചിരുന്നു. ഈ പ്രശ്നം ഇത്ര പെട്ടെന്ന് തീരില്ല. അവർ സുജിത്തിനെ വെറുതെ വിടില്ല. എനിക്ക് അവനെ രക്ഷിക്കണം. അതിനിനി എന്തു ചെയ്യും? ശിവരാമൻ നായർ പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ വന്നു. നാരായണന് ആവാഹനവും മന്ത്രവാദവും ഒക്കെ വശമായിരുന്നു. ഇതൊരു സാധാരണ പ്രേതബാധയല്ല. മന്ത്രവാദം അറിയാവുന്ന ഒരാത്മാവിനെയാണ് ഞങ്ങൾ നേരിടുന്നത്. ഇതിന് നേരിടാൻ എനിക്ക് സഹായം വേണം. മന്ത്രവാദം അറിയാവുന്ന ഒരാളുടെ സഹായം. ഞാൻ ഓട്ടോ വിളിച്ചു. ഞങ്ങൾ സുജിത്തിനെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ അവനെ പരിശോധിച്ചു. അവന് നല്ല ക്ഷീണമുണ്ട്. തലച്ചോറിനെന്തോ ഷോക്കേറ്റതുപോലെയാണ് കാണിക്കുന്നത്. ഒന്ന് സ്കാൻ ചെയ്യണം, ഡോക്ടർ പറഞ്ഞു. ഞാൻ ഡോക്ടറുടെ മുറിക്ക് പുറത്തു നിന്നു. പെട്ടെന്ന് എൻ്റെ ഫോൺ റിങ് ചെയ്തു.
ഞാൻ ഫോൺ എടുത്ത് നോക്കി. സുജിത്തിൻ്റെ നമ്പറാണ്. അവൻ ആശുപത്രിയിലെ ബെഡിൽ കിടക്കുകയാണല്ലോ. പിന്നെ എങ്ങനെ അവൻ്റെ ഫോണിൽ നിന്നും കോൾ വരും? ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. മറുതലയ്ക്കൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ഇനി നീയാണ്. ആ പരുക്കൻ സ്ത്രീ ശബ്ദം. ചക്കൂല്യമ്മ. ഫോൺ കട്ടായി. എൻ്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു. അവർ സുജിത്തിനെ മാത്രമല്ല എന്നെയും ലക്ഷ്യമിടുന്നു. ഞാനിപ്പോൾ അവരുടെ നോട്ടപ്പുള്ളിയാണ്. എനിക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. അവരെ നേരിടുകയേ നിവൃത്തിയുള്ളൂ. ആ വീട്ടിലേക്ക് വീണ്ടും പോകണം. ഞാൻ തീരുമാനിച്ചു. അവരെ അവിടെ വെച്ച് തന്നെ നേരിടണം. അതിനു മുമ്പ് എനിക്ക് ഒരാളെ കാണണം. ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരാളെ. അങ്ങനെ ആരാണുള്ളത്? ആ ചോദ്യം എൻ്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഈ ദുരാത്മാക്കളെ നേരിടാൻ ആർക്ക് കഴിയും? ഞാൻ വീണ്ടും ശിവരാമൻ നായരെ കാണാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് എന്തെങ്കിലും വഴി അറിയാതിരിക്കില്ല. ആശുപത്രിയിൽ സുജിത്തിൻ്റെ കൂടെ നിൽക്കാൻ അവൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങി. നേരെ ശിവരാമൻ നായരുടെ വീട്ടിലേക്ക്. അദ്ദേഹം ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടതും അദ്ദേഹത്തിൻ്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. മാമ, എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയണം, ഞാൻ പറഞ്ഞു. നീ എന്തിനാ മോനെ ഇതൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? ആ വീടിൻ്റെ പരിസരത്ത് പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അദ്ദേഹം അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. മാമ, എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. സുജിത്തിന് കുറച്ച് കുഴപ്പമാണ്. അവരിപ്പോൾ അവനെയാണ് ഉപദ്രവിക്കുന്നത്. അവനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞു. അദ്ദേഹം ഞെട്ടലോടെ എന്നെ നോക്കി. നീ എന്താ പറയുന്നത്? അവൻ ആ പറമ്പിൽ പോയിരുന്നോ? അതെ മാമ, ഞങ്ങൾ രണ്ടുപേരും പോയിരുന്നു. അവരിപ്പോൾ സുജിത്തിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവനെ രക്ഷിക്കണം. എന്നെയും അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ശിവരാമൻ നായർ തൻ്റെ തലയിൽ കൈവച്ചു. വലിയ അപരാധമാണല്ലോ മോനെ നിങ്ങൾ ചെയ്തത്. നാരായണൻ്റെ ആത്മാവ് വളരെ ക്രൂരനാണ്. അവൻ വിചാരിച്ചാൽ ആരെയും ഇല്ലാതാക്കാം. മാമ, ഇതിനൊരു പരിഹാരമില്ലേ? ഈ നാട്ടിൽ ആർക്കും ഇതൊന്നും ഒഴിവാക്കാൻ കഴിയില്ലേ? ഞാൻ കെഞ്ചി ചോദിച്ചു. അദ്ദേഹം കുറച്ചു നേരം ആലോചിച്ചു. ഒരാളുണ്ട്, വാസുദേവൻ തിരുമേനി. പുള്ളി വലിയൊരു താന്ത്രികനാണ്. പഴയകാലത്തെ പല ദുർമന്ത്രവാദങ്ങളും ഒഴിവാക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഈ നാട്ടിലില്ല. കുറച്ച് നാളായി ഹരിപ്പാട് ഭാഗത്താണ് താമസം. എനിക്ക് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് തരുമോ മാമ? ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. അദ്ദേഹം അകത്തുപോയി ഒരു ഡയറിയിൽ നിന്നും വാസുദേവൻ തിരുമേനിയുടെ നമ്പർ എടുത്തു തന്നു. ഞാൻ ഉടൻ തന്നെ അദ്ദേഹത്തെ വിളിച്ചു. കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. ഞാൻ വരാം കുട്ടി. നാരായണനെക്കുറിച്ച് എനിക്കറിയാം. അവൻ വലിയൊരു അപകടകാരിയാണ്. ഇത്രയും കാലം അവനവിടെ അടങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങളായിട്ട് അവനെ ഉണർത്തി വിട്ടിരിക്കുകയാണ്, തിരുമേനി പറഞ്ഞു. ഞാൻ വണ്ടി അയക്കാം തിരുമേനി. വേണ്ട, ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെ വന്നോളാം. ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തും. നീ ആ വീടിൻ്റെ പരിസരത്ത് തന്നെ നിൽക്കണം. ഒരു കാര്യവും ചെയ്യരുത്. ഞാൻ വന്നിട്ട് എന്തും ചെയ്യാവൂ. ഞാൻ സമ്മതിച്ചു. വൈകുന്നേരം 5 മണിയോടെ ഞാൻ ആ പാടവരമ്പിൽ തിരികെ എത്തി. ആ വീടവിടെ വലിയൊരു ഇരുട്ടുപോലെ നിൽപ്പുണ്ടായിരുന്നു. അതിനുള്ളിൽ എന്നെയും കാത്ത് അവരുണ്ടെന്ന് എനിക്കറിയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നും വാസുദേവൻ തിരുമേനി ഇറങ്ങി. ഭസ്മക്കുറിയൻ രുദ്രാക്ഷമാലയുമൊക്കെ അണിഞ്ഞ ഒരു തേജസ്സുള്ള രൂപം. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു. നീയാണോ പ്രവീൺ? അതേ തിരുമേനി. അദ്ദേഹം ആ വീടിന് നേരെ നോക്കി. കുറച്ചു നേരം കണ്ണുകൾ അടച്ചു നിന്നു. ഉണ്ട്, വളരെ ശക്തമായ 2 സാന്നിധ്യങ്ങൾ അവിടെയുണ്ട്. അതിലൊന്ന് വളരെ അപകടകാരിയാണ്, അദ്ദേഹം പറഞ്ഞു. നമുക്കവരെ അവിടെ നിന്നും മാറ്റാൻ കഴിയുമോ തിരുമേനി? ഞാൻ ചോദിച്ചു. ശ്രമിക്കാം, പക്ഷേ എളുപ്പമല്ല. നാരായണൻ വെറുമൊരാത്മാവല്ല, മന്ത്രവാദമറിയാവുന്ന ആത്മാവാണ്. അവൻ നമ്മളെ തടയാൻ ശ്രമിക്കും. നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. എന്തു സംഭവിച്ചാലും ഭയപ്പെടരുത്. ഞാൻ തലയാട്ടി. ഞങ്ങൾ ആ ഗേറ്റ് തുറന്ന് പറമ്പിലേക്ക് കയറി. ഇത്തവണ ആ ശാന്തത ഉണ്ടായിരുന്നില്ല. വലിയൊരു കാറ്റ് ആ പറമ്പിൽ വീശിയടിക്കാൻ തുടങ്ങി. കരിയിലകൾ വായുവിൽ ചുറ്റിപ്പറന്നു. ഞങ്ങളെ അവിടെ നിന്നും ഓടിക്കാൻ അവർ ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. തിരുമേനി തൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്നും ചില സാധനങ്ങൾ എടുത്തു. ചെറുനാരങ്ങ, ചുവന്ന പട്ട്, പിന്നെ ചില മന്ത്രത്തകിടുകൾ. അദ്ദേഹം വരാന്തയുടെ മുന്നിൽ നിന്നു. നാരായണ, നീ ആരെയാണ് ഭയപ്പെടുത്താൻ നോക്കുന്നത്? നിന്റെ കളികൾ എൻ്റെ അടുത്ത് നടക്കില്ല, തിരുമേനി ഉറക്കെ പറഞ്ഞു. അതിനുള്ള മറുപടി എന്നോണം മുൻവശത്തെ ജനലയുടെ പാളികൾ വലിയൊരു ശബ്ദത്തോടെ അടയുകയും തുറക്കുകയും ചെയ്തു. ഉള്ളിൽ നിന്നും ഒരു അലർച്ച കേട്ടു. ആ പരുക്കൻ സ്ത്രീ ശബ്ദം. അവനെ കൊണ്ടുപോ, അവനെ കൊണ്ടുപോ, അവൾ അലറിക്കൊണ്ടിരുന്നു. തിരുമേനി ഒരു ചുവന്ന പട്ട് തറയിൽ വിരിച്ചു. അതിൽ മന്ത്രത്തകിടുകൾ വെച്ചു. പിന്നെ ഒരു ചെറുനാരങ്ങയെടുത്ത് അതിലെന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിച്ച്
ആ വാതിലിന് നേരെ എറിഞ്ഞു. നാരങ്ങ വാതിലിൽ തട്ടിയതും വലിയൊരു പൊട്ടിത്തെറി ശബ്ദം കേട്ടു. ആ പഴയ മരവാതിൽ രണ്ടായി പിളർന്ന് താഴെ വീണു. അകത്ത് കനത്ത ഇരുട്ടായിരുന്നു. എൻ്റെ പിന്നാലെ വാ. തിരുമേനി ഉള്ളിലേക്ക് കയറി. ഞാനും പുറകെ പോയി. ഹാളിലെത്തിയപ്പോൾ അവിടെ വല്ലാത്തൊരു മരവിപ്പ് അനുഭവപ്പെട്ടു. അവർ എവിടെയാ തിരുമേനി? ഞാൻ പതുക്കെ ചോദിച്ചു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. തൻ്റെ കയ്യിലുണ്ടായിരുന്ന മന്ത്രദണ്ഡ് കൊണ്ട് തറയിലൊരു വൃത്തം വരച്ചു. നീ ഈ വൃത്തത്തിനുള്ളിൽ നിൽക്കണം. എന്ത് കണ്ടാലും പുറത്തു വരരുത്, അദ്ദേഹം നിർദ്ദേശിച്ചു. ഞാൻ അതിനുള്ളിൽ കയറി നിന്നു. തിരുമേനി കണ്ണുകളടച്ച് മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മുറിയുടെ വലതുവശത്തെ ഭിത്തിയിൽ നിന്നും ഒരു രൂപം പുറത്തേക്ക് വന്നു. ചക്കി വല്യമ്മ. അതേ പഴയ രൂപം. കൈകൾ കോർത്ത് പിടിച്ച് തലകുനിച്ച് അവർ തിരുമേനിക്ക് നേരെ നടന്നു വന്നു. നിനക്കെന്താ വേണ്ടത്? അവർ ചോദിച്ചു. ശബ്ദം ആ പഴയ പരുക്കൻ സ്ത്രീ ശബ്ദം തന്നെ. നിങ്ങളിവിടെ നിന്നും പോകണം. ഈ നാട് വിട്ടുപോകണം, തിരുമേനി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവൾ ചിരിച്ചു. അവൻ സമ്മതിക്കില്ല, അവൻ പോകില്ല, അവർ പറഞ്ഞു. അടുത്ത നിമിഷം മുറിയുടെ മുകളിൽ നിന്നും വലിയൊരു രൂപം താഴേക്ക് വീണു. നാരായണൻ. 6 അടിയിലധികം ഉയരമുള്ള വലിയൊരു മനുഷ്യൻ. കഴുത്തിൽ വലിയൊരു വെട്ടേറ്റ പാടുണ്ടായിരുന്നു. അതിൽ നിന്നും രക്തമൊഴുകുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകൾ ചുവന്ന നിലയിലായിരുന്നു. ആരടാ എൻ്റെ വീട്ടിൽ കയറിയത്? അയാൾ അലറി വിളിച്ചു. ആ ശബ്ദത്തിൽ മുറിയിലെ ചുവരുകൾ പോലും വിറച്ചുപോയി. തിരുമേനി പക്ഷെ ഭയപ്പെട്ടില്ല. അദ്ദേഹം തൻ്റെ മന്ത്രദണ്ഡ് നാരായണന് നേരെ നീട്ടി. നിന്റെ സമയം കഴിഞ്ഞു നാരായണ. ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല. നിനക്ക് മോക്ഷം കിട്ടാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. നാരായണൻ പൊട്ടിച്ചിരിച്ചു. എനിക്ക് മോക്ഷം വേണ്ട. എന്നെ കൊന്നവനെ എനിക്ക് കണ്ടുപിടിക്കണം. അവനെ കൊല്ലാതെ ഞാൻ പോകില്ല. അവൻ മരിച്ചുപോയി നാരായണ. നിന്നെ കൊന്നവൻ കാലങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. ഇനി നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, തിരുമേനി പറഞ്ഞു. ആ സത്യം കേട്ടപ്പോൾ നാരായണൻ്റെ മുഖത്ത് ഞെട്ടലുണ്ടായി. കള്ളം, നീ കള്ളം പറയുകയാണ്. അയാൾ അലറിക്കൊണ്ട് തിരുമേനിക്ക് നേരെ പാഞ്ഞെടുത്തു. തിരുമേനി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭസ്മം അയാളുടെ നേരെ എറിഞ്ഞു. ഭസ്മം തട്ടിയതും നാരായണൻ വേദന കൊണ്ട് പുളഞ്ഞു. അയാളുടെ ശരീരത്തിൽ നിന്നും പുക ഉയരാൻ തുടങ്ങി. ചക്കി, ഇവനെ കൊല്ല്, അയാൾ അലറി. ചക്കി വല്യമ്മ എൻ്റെ നേരെ തിരിഞ്ഞു. അവർ എൻ്റെ കഴുത്തിന് നേരെ കൈ നീട്ടി പാഞ്ഞു വന്നു. ഞാൻ വൃത്തത്തിനുള്ളിൽ തന്നെ നിന്നു. അവരുടെ കൈകൾ വൃത്തത്തിൻ്റെ അതിർത്തിയിൽ തട്ടിയതും വലിയൊരു തീപ്പൊരിയുണ്ടായി. അവർ തെറിച്ച് പുറകോട്ട് വീണു. തിരുമേനി മന്ത്രങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ ജപിക്കാൻ തുടങ്ങി. അദ്ദേഹം തറയിലിരുന്ന മന്ത്രത്തകിടുകളെടുത്ത് നാരായണൻ്റെയും ചക്കിയുടെയും നേരെ എറിഞ്ഞു. ആ തകിടുകൾ അവരുടെ ശരീരത്തിൽ തറഞ്ഞു കയറി. വലിയൊരു നിലവിളിയോടെ ആ 2 രൂപങ്ങളും വായുവിൽ അലിഞ്ഞില്ലാതാകാൻ തുടങ്ങി. മുറിയിൽ നിറഞ്ഞു നിന്നിരുന്ന ഇരുട്ട് പതുക്കെ മാറി. ആ മരവിപ്പിക്കുന്ന തണുപ്പുമില്ലാതായി. തിരുമേനി തറയിലിരുന്ന് വലിയൊരു ശ്വാസമെടുത്തു. കഴിഞ്ഞു, അവർ പോയി, അദ്ദേഹം പറഞ്ഞു. ഞാൻ വൃത്തത്തിൽ നിന്നും പുറത്തു വന്നു. എൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവർ ഇനി തിരിച്ചു വരുമോ തിരുമേനി? ഞാൻ ചോദിച്ചു. ഇല്ല, അവരെ ഞാൻ ബന്ധിച്ചിട്ടുണ്ട്. അവരിനി ഈ ഭൂമിയിൽ കാണില്ല, അദ്ദേഹം ഉറപ്പോടെ പറഞ്ഞു. ഞങ്ങൾ ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. പാടവരമ്പിലൂടെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. വലിയൊരു ഭാരമാണ് ഇറക്കി വെച്ചത്. ഞാൻ സുജിത്തിനെ കാണാൻ ആശുപത്രിയിലേക്ക് പോയി. അവൻ ഉണർന്നിരുന്നു. അവൻ്റെ മുഖത്തെ ആ ശൂന്യത മാറിയിരുന്നു. എന്താടാ പ്രവീണേ, എനിക്കെന്താ പറ്റിയത്? അവൻ ചോദിച്ചു. ഒന്നുമില്ലടാ, എല്ലാം ശരിയായി. ഇനി ഒരു കുഴപ്പവുമില്ല, ഞാൻ പറഞ്ഞു. ഞാൻ അവനോട് വേറെ ഒന്നും പറഞ്ഞില്ല. നടന്നതൊന്നും അവൻ അറിയാതിരിക്കുന്നതാണ് നല്ലത്. 2 ദിവസത്തിന് ശേഷം ഞാൻ കൊച്ചിയിലേക്ക് മടങ്ങി. ആലപ്പുഴയിലെ ആ പഴയ വീടും അവിടെ നടന്ന സംഭവങ്ങളും എൻ്റെ മനസ്സിലൊരു പേടി സ്വപ്നമായി എക്കാലവും അവശേഷിക്കും. ഒരു കാര്യം എനിക്കുറപ്പാണ്, കാണാൻ കഴിയാത്ത ചില സത്യങ്ങൾ ഈ ലോകത്തുണ്ട്. അത് നമ്മൾ അന്വേഷിച്ചു പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചില രഹസ്യങ്ങൾ ആ പഴയ ഭിത്തികൾക്കുള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കട്ടെ.